ചാനൽ സനം സ്റ്റഡി റൂം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ തേർഡ് സെമ്മിൻ്റെ ഓൺലൈൻ എക്സാം രജിസ്ട്രേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞു. സോ ഫൈൻ ഇല്ലാണ്ട് 19/9/2024 വരെയും ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ വിത്ത് എ ഫൈൻ ഓഫ് 190 190 രൂപ ഫൈനോട് കൂടി ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 24/9/2024 വരെയാണ് ടൈം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എം കോമുകാരുടെ സിലബസാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ആസ് യൂഷ്വൽ 5 സബ്ജക്റ്റ് തന്നെയാണ് ഇവർക്ക് വരുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇൻകം ടാക്സ് ലോ, പ്രാക്ടീസസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 1, റിസർച്ച് മെത്തഡോളജി, ഇലക്റ്റീവ് 1 ആൻഡ് ഇലക്റ്റീവ് 2. ഈ രണ്ടെണ്ണം സ്പെഷ്യലൈസേഷൻ സബ്ജക്ട്സ് ആണ്. അതായത് തേർഡ് സെമ്മിലാണ് നമ്മുടെ സ്പെഷ്യലൈസേഷൻ സബ്ജക്ട്സ് വരുന്നത്. സോ ആദ്യത്തെ 3 കോർ കോഴ്സാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മൾ ബി.കോമിൽ പഠിച്ചിട്ടുണ്ട്. ഇത് എം.കോമിൽ നമുക്ക് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആയിരിക്കും നമുക്ക് പഠിക്കേണ്ടി വരിക. ദെൻ ഇതൊരു പ്രോബ്ലം പേപ്പറാണ്. സോ നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ 30% തിയറി, 70% പ്രോബ്ലം, ആ ഒരു റേഷ്യോയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. രണ്ടാമത്തെയാണ് ഇൻകം ടാക്സ് ലോ, പ്രാക്ടീസസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് 4th സെമ്മിൽ ഉണ്ടായിരിക്കും. സോ ഇത് പഠിച്ചു വെക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇതിന് കുറച്ച് കൂടുതൽ നേരം നമ്മളിന്ന് പഠിക്കേണ്ടിയൊക്കെ വരും. ചെറിയ രീതിയിൽ ഇത്തിരി ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇതും ഒരു പ്രോബ്ലം പേപ്പർ തന്നെയാണ്. ഒരു 30% തിയറി ആൻഡ് 70% പ്രോബ്ലം, ആ രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസും വരിക. ദെൻ തേർഡ് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജിയാണ്. ഇത് നമ്മൾ ബി.കോമിൽ വരെ പഠിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വാസ്റ്റായിട്ട് ഇതിൽ പഠിക്കണമെന്നേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള 2 ഇലക്റ്റീവ് 1 ആൻഡ് ഇലക്റ്റീവ് 2 എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ആണ്. സോ ഇവിടെ നമ്മുടെ കൂടുതൽ ആൾക്കാരും SDEക്കാർ തിരഞ്ഞെടുക്കുന്നത് ഫിനാൻസ് ആയിരിക്കും. സോ ഫിനാൻസുകാർക്ക് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും. സോ ഫിനാൻസുകാർ ഇത് സെലക്ട് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ 2 സബ്ജക്റ്റ് ആയിരിക്കും വരിക. സോ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു തിയറി പേപ്പറാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം പേപ്പറാണ്. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു തിയറി പേപ്പറാണ്. അതുപോലെ ഫോറിൻ ട്രേഡ് സ്പെഷ്യലൈസേഷനായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫോറിൻ ട്രേഡ് മാനേജ്മെൻറ്റ്, ഫോറിൻ ട്രേഡ് പോളിസി പ്രൊസീജിയർ, ഇൻ്റർനാഷണൽ ഫിനാൻസ്, ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിൽ അവർക്ക് ഈ സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാവുക. ദെൻ മാർക്കറ്റിങ്ങിലാവുമ്പോൾ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, കൺസ്യൂമർ ബിഹേവിയർ, സർവീസ് മാർക്കറ്റിംഗ്, ഇത്തരത്തിലുള്ള ഇതിൽ 2 സബ്ജക്ട്സ് ആയിരിക്കും അവർ സെലക്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ ഫിനാൻസുകാർക്ക് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്നൊരു പ്രോബ്ലം പേപ്പറും ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു തിയറി പേപ്പറും ആയിരിക്കും. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു 7 സബ്ജക്റ്റ് ആയിട്ടായിരിക്കും കാണുക. സോ അതിൽ ഈ 2 സബ്ജക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, ആ 2 സബ്ജക്റ്റ് എക്സ്ട്രാ കാണുന്ന 2 സബ്ജക്റ്റ് നമ്മുടെ ഫസ്റ്റ് സെമ്മത്തെയും അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മത്തെയും ഓഡിറ്റ് കോഴ്സുകളായിരിക്കും. സോ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ തേർഡ് സെമ്മിൻ്റെ ഒപ്പമാണ് ചെയ്യുക. ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വൺസ് അഗെയിൻ ദിസ് ഈസ് യുവർ സനം സ്റ്റഡി റൂം. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.